അനുഭവപ്പെടുന്നത് കണ്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്ട് ഏറ്റെടുത്തത്. അന്വേഷണത്തിനൊടുവിൽ ഞങ്ങൾ ചില പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നാം എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി നേടാൻ, വളർച്ച, ശരീര നിർമ്മിതി, വിവിധ തരം പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ട ഊർജം ലഭിക്കാൻ, ഓരോരോ ശരീരഭാഗങ്ങളുടെയും സുഗമമായ പ്രവർത്തനത്തിന്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമാണ്. ഇവ ആകെ 16 എണ്ണമുണ്ട്. ബി ഗ്രൂപ്പുകളും സി ഗ്രൂപ്പുകളും ജലത്തിൽ ലയിക്കുന്നവയാണ്. തവിട് കളയാത്ത എല്ലാ ധാന്യങ്ങളിലും ഭക്ഷ്യയോഗ്യമായ പയറിനങ്ങളിലും അണ്ടിപ്പരിപ്പുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയിലും വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ എ, ഡി, ഇ, കെ എന്നിവ പാൽ, മുട്ട, നെയ്യ് എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ നടക്കുന്നതിന് വിറ്റാമിനുകൾ കൂടിയേ തീരൂ. അവ ശരീര സംരക്ഷകരാണ്. ജീവകങ്ങൾ വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. എന്നിരുന്നാലും ഇവയുടെ അഭാവം ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്നു. ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ആഴ്ചയിലും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ ഇത് തുടരാൻ തീരുമാനിക്കുകയും ഇതിലൂടെ കൂട്ടുകാരിൽ കണ്ടുവരുന്ന പോഷകാഹാര കുറവ് ഒരു പരിധിവരെ നികത്താമെന്നും ഞങ്ങൾക്ക് ഉറപ്പാണ്.